ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹിറ്റ്ലർ, ഭാഗം 17. രചന ഫൗസിയ നൗഷാദ്. രചനയും ദിവ്യയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ചില്ലും വാരിക്കൊണ്ട് വേദിക താഴേക്ക് വന്നത്. അവളുടെ മുഖം ചുവന്നിരുന്നു. എന്താടി കയ്യിൽ കുപ്പിച്ചില്ലൊക്കെ? സിദ്ധുവായി അടിയിട്ടോ? ദിവ്യ ചോദിച്ചു. ഇല്ല ചേച്ചി, സാറ് ചുമ്മാ. സാറോ? വിവാഹം കഴിഞ്ഞിട്ടും ഭർത്താവിന് സാറെന്നാണോ നിങ്ങളുടെ നാട്ടിൽ വിളിക്കുക? ദിവ്യ കളിയാക്കി. അത് ഞാൻ ബഹുമാനം കൊണ്ട്. അവള് പിന്നൊന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി. അനു എഴുന്നേറ്റില്ലേടി? പ്രീതിക ചോദിച്ചു. അറിയില്ലമ്മ, വിളിക്കണ്ടെന്ന് വെച്ചു. അവർ വരുമ്പോ വരട്ടെ. അതെ, വിളിക്കണ്ട, ക്ഷീണം ഉണ്ടാവും. അഞ്ജലി അത് ശരിവെച്ചു. അനിക എഴുന്നേൽക്കാൻ അല്പം വൈകിയിരുന്നു. തലേന്ന് ഒരുപാട് വൈകിയാണ് ഉറങ്ങിയത്. കണ്ണു തുറന്നതും അവൾ എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അല്പം സമയമെടുത്തു. തന്റെ പ്രാണനായവന്റെ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന ഓർമ്മ അവളെ ഒന്ന് പുളകം കൊള്ളിച്ചു. എഴുന്നേൽക്കാൻ ഒരുങ്ങിയ അവളെ അവനൊന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. എന്താ ഹൃത്തു ഇത്? വിട്, ഞാൻ ഫ്രഷ് ആവട്ടെ. എന്താടി പെണ്ണ്, നിനക്കത്ര ധൃതി? പുതിയ പെണ്ണുങ്ങൾ അങ്ങനെ നേരത്തെ അടുക്കളയിൽ പോകണമെന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ വീടല്ലേ, എപ്പോ ചെന്നാലും ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അവളുടെ മുടിയൽ തലോടി ഹൃത്തിക് പറഞ്ഞു. എന്നാലും അങ്ങനല്ല ഹൃത്തു, അത് മോശമല്ലേ? തെറ്റിദ്ധരിക്കും അവർ നമ്മളെ. അത് ശരി, തെറ്റിദ്ധരിച്ചോട്ടെ. അല്ല, തെറ്റിദ്ധാരണയല്ലല്ലോ. ശരിയല്ലേ? ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനുള്ള മണിയറ ഒരുക്കി തന്നതും നിന്നെ ഇങ്ങോട്ട് അയച്ചതും ഒക്കെ അവരല്ലേ. നമ്മൾ അത് ഉപയോഗിച്ചു. അതല്ലേ അതിന്റെ ഒരു ശരി. വന്നൊരു നാണവും ഇല്ല. അവൾ മൈലാഞ്ചി ചുവപ്പാർന്ന കൈകൾ കൊണ്ട് അവന്റെ നെഞ്ചിലമർത്തി. അവൻ പുഞ്ചിരിച്ചു. അല്പനേരം അങ്ങനെ കിടന്ന ശേഷം അവൾ എഴുന്നേറ്റ് ഫ്രഷായി. ഹൃത്തിക്കും റെഡിയായി. പുതിയ ചുരിദാറും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് പുതുപ്പെണ്ണിനെ പോലെ ഒരുങ്ങി അനിക ഹൃത്തിക്കിനൊപ്പം താഴേക്ക് വന്നു. മക്കള് വന്നല്ലോ, വാ വാ. ദൈവമേ, എന്ത് ഭംഗിയാ രണ്ടാളെയും കാണാൻ. കണ്ണു തട്ടാതിരിക്കട്ടെ. അവരെ കണ്ട ഉടനെ പ്രീതിക പറഞ്ഞു. ഹൃത്തിക്ക് വേദികയെ നോക്കി. ധാവണി തന്നെയാണ് അവളുടെ വേഷം. താലിയുണ്ടെന്നല്ലാതെ മറ്റൊരാഭരണങ്ങളും അവൾ ധരിച്ചിരുന്നില്ല. എന്നിട്ടും അവൾ ഒരുപാട് സുന്ദരിയാണെന്ന് അവന് തോന്നി. അവൻ വേഗം കണ്ണ് പിൻവലിച്ചു. അല്ല അനു, എന്താ നിന്റെ കഴുത്തിലൊരുപാട്? ദിവ്യ കുസൃതിയോടെ അനികയുടെ കഴുത്തിലെ ചുവന്ന പാട് കണ്ട് ചോദിച്ചതും ഹൃത്തിക്കും അനികയും വല്ലാതെയായി. അതെന്തോ കടിച്ചതാ. അനിക ഉരുണ്ട് കളിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പോട്ടെ മാഡം. വേദിക മുറിയിലേക്ക് പോവാൻ ഒരുങ്ങിയതും ദിവ്യ അവളെ പിടിച്ചു നിർത്തി. നീ കണ്ടല്ലോ അല്ലേ, ഇങ്ങനെയാണ് പുതിയ പെണ്ണുങ്ങൾ ഒരുങ്ങി നടക്കുക. അല്ലാതെ നിന്നെപ്പോലെ പഴയ ഡ്രസ്സും ധരിച്ചല്ല. നിന്നെ കണ്ടാ പോലും പറയില്ലല്ലോടി. സിദ്ധുവിന്റെ വില കൂടി കളയാൻ. അവൾ അതിവേഗം അവിടെ നിന്ന് നടന്നകന്നു. ബെഡിൽ വന്നിരുന്നു. ഹൃത്തിക്കായിരുന്നു അവളുടെ ഹൃദയത്തിൽ. അവൾ ഓർക്കുകയായിരുന്നു. ആ രാത്രിയിൽ അവൻ അവൾക്ക് മകനെ ഒരു അടയാളം സമ്മാനിച്ചിരുന്നു. അവന്റെ പല്ലുകൾ ആഴത്തിൽ പതിഞ്ഞ പാട് അവളുടെ കഴുത്തിൽ നിഴലിച്ചിരുന്നു. പിറ്റേന്ന് ടീച്ചറമ്മ അത് കണ്ടുപിടിച്ചു. എന്താ വേദു ഇത്? നിന്റെ കഴുത്തിലൊരു ചുവന്ന അടയാളം. ഇതെന്ത് പറ്റിയതാ? അവൾ മുടി പിടിച്ച് മുന്നിലേക്കിട്ടു. അതില്ലേ, എന്തോ പ്രാണി കടിച്ചതാ. എന്താണോ? നല്ല വേദന. എന്തോ പല്ല് പതിന പോലത്തെ പാടാണല്ലോ വേദു. അയ്യോ, എന്തൊക്കെയായി ടീച്ചറമ്മ പറയുന്നത്? വിവാഹം പോലും കഴിയാത്തൊരു പെൺകുട്ടിയോട്? ടീച്ചറമ്മ ചിരിയോടെ അവളുടെ ചെവിയിൽ പിടിച്ചു. അപ്പോൾ ആ സത്യങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അവർ അങ്ങനെ മനസ്സിൽ പോലും കരുതിയിരുന്നില്ലല്ലോ. അവൾ അലങ്കരിക്കേണ്ട സ്ഥാനമാണ് അനിക നേടിയെടുത്തത്. ഇതിലും ഭേദം തന്റെ ഹൃദയത്തിൽ ഒരു കത്തി കുത്തി മുറിവേൽപ്പിക്കുന്നതായിരുന്നു. എന്തിനു വേണ്ടി, ആരെ തേടി ഈ നാട്ടിലേക്ക് വന്നു? എന്നിട്ടിപ്പോ എന്തായി? അവൾക്ക് തന്നെ പുച്ഛം തോന്നി. വിധി വല്ലാത്ത സംഭവം തന്നെ. അവൾ കണ്ണു തുടച്ച് എഴുന്നേൽക്കാൻ ഒരുങ്ങിയത് മുന്നിൽ സിദ്ധാർത്ഥ്. അവനൊരു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസ് ഇൻ ചെയ്ത് ധരിച്ചിട്ടുണ്ട്. നീണ്ട മുടി ജെല്ല് തേച്ചിട്ടും നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. കണ്ണുകൾ കുറുകിയിരുന്നു. ആ വെള്ള ഷർട്ട് അവന് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഷർട്ടിന്റെ കൈകൾ മുട്ടുവരെ മടക്കി വെച്ചിരുന്നു. ട്രിം ചെയ്ത് താടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൾ വേഗം മുഖം അമർത്തി തുടച്ചു. നീ എന്താ എവിടെ ഇരിക്കുന്നത്? അവൾ മറുപടി കൊടുത്തില്ല. വേദ, എന്തെങ്കിലും ചോദിച്ചാൽ വാ തുറന്ന് ഉത്തരം പറയണം. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ വെറുതെ ഇരുന്നതാ. അല്ല, ഇതെന്ത് വേഷമാടി? നീ ശരിക്കും എന്റെ ഭാര്യയാണോ അതോ ഇവിടുത്തെ അടുക്കളക്കാരിയാണോ? അവന്റെ ശബ്ദം ഉയർന്നെന്ന് മനസ്സിലാക്കിയ അവൻ പെട്ടെന്ന് വാതിൽ ചാരി അവളുടെ അടുത്ത് വന്നിരുന്നു. വേദ, ശരിയാ, നീ എന്റെ കോൺട്രാക്ട് വൈഫാണ്. പക്ഷേ ആ സത്യം നമ്മുടെ ഇടയിൽ മാത്രം ഒതുങ്ങണം. അല്ലാതെ ഇങ്ങനെയൊക്കെ നടന്ന അവർക്കെല്ലാം മനസ്സിലാവും. പിന്നെ നിന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. ആ ദിവ്യയെ കൊണ്ടുവരും. അങ്ങനെ ആയാ വേദ, നീ ഓർത്തോ, നീ അനുഭവിക്കും. ഞാൻ തരുന്നത് എന്ത് നീ അനുഭവിക്കേണ്ടി വരും. അവൾക്ക് നേരെ കൈ ചൂണ്ടിയവൻ പറഞ്ഞതും അവൾ ശരിക്കും ഭയന്നു. വഴിയിൽ കിടന്ന വയ്യാവേലി എടുത്ത് തലയിൽ വെച്ച പോലെയായി. അവൾ മനസ്സിലോർത്തു. അവൻ പുറത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞതും കല്യാണി വന്നു.
ഏട്ടത്തി ഈ ധാവണി ഇടുള്ളൂ എന്ന് നിർബന്ധമുണ്ടോ? ചുരിദാർ ആയാലോ? എനിക്ക് അതൊന്നും ഇഷ്ടമല്ല കല്ലു. പണ്ട് മുതലേ ഞാൻ ഇതാ ധരിക്കുക. ശരി, എന്നാ ഈ പഴയത് മാറ്റ്. ഏട്ടൻ എന്ന് വാങ്ങിക്കൊണ്ട് വന്നതിൽ പുതിയതുണ്ട്, അതെടുത്ത് ധരിച്ചു വാ, ഞാൻ റെഡിയാക്കി തരാം. അവൾ അതനുസരിച്ചു. നീലയും ഗോൾഡും ചേർന്ന ഭംഗിയുള്ള ധാവണിയായിരുന്നു അത്. കല്യാണി ഒരു നെക്ലസും ഒരു വലിയ മാലയും അവളുടെ കഴുത്തിൽ അണിയിച്ചു. കയ്യിൽ കുറച്ച് സ്വർണ്ണ വളകളും വിരലിൽ മോതിരവും. അതൊക്കെ അവൾക്ക് വലിയ ഭാരമായി തോന്നി. സ്വർണമൊന്നും അവളങ്ങനെ ധരിച്ചിട്ടേയില്ല. ആകെയുള്ളത് അവളുടെ കാതിൽ ടീച്ചറമ്മ വാങ്ങിയിട്ട് കൊടുത്ത ഒരു ജോഡി കമ്മലാണ്. ദേ ഇങ്ങനെ വേണം നടക്കാൻ. വെറുതെ എന്തിനാ എല്ലാവരെയും കൊണ്ടും അതും ഇതും പറയിപ്പിക്കുന്നത്? പുതിയ പെണ്ണുങ്ങൾ ഇങ്ങനെയാ നടക്ക. അവളൊന്ന് പുഞ്ചിരിച്ചു. ഇന്ന് രണ്ടുപേരും താഴേക്ക് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കല്ലു എഴുന്നേറ്റതും വേദിക അവളുടെ കയ്യിൽ പിടിച്ചു. കല്ലു, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാവർക്കും നിന്നോട് ദേഷ്യമാവും. ഇപ്പോ അത് എന്നോട് മാത്രമേ ഉള്ളൂ. നീ എൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടാൽ. എൻ്റെ ഏട്ടത്തിക്ക് ഞാനൊരു കുറവും കണ്ടിട്ടില്ല. ഏട്ടൻ ഇഷ്ടമല്ലാത്ത ഒരാളെ കെട്ടാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇത് നല്ല തീരുമാനമാണ്. പിന്നെ എൻ്റെ ഏട്ടന്മാരുടെയൊക്കെ ഭാര്യയായിട്ട് ആര് വന്നാലും ഞാൻ അവരെ എൻ്റെ ചേച്ചിമാരെ പോലെ കാണൂ. ആ പെൺകുട്ടിയുടെ ആത്മവിശ്വാസവും സ്നേഹവും പെരുമാറ്റവും അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. എയർ ഹോസ്റ്റേഴ്സ് ആണല്ലേ? ലക്ഷ്മിയമ്മ പറഞ്ഞിട്ടുണ്ട്. അതേ ഏട്ടത്തി, കൊച്ചിയിലാണ്. ഞാൻ ലീവിന് വന്നതാ. നെക്സ്റ്റ് വീക്ക് പോവും. നിനക്കും ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ ബന്ധം പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഏട്ടത്തിയുടെ സംശയം ശരിയാ, ഉണ്ട്. ദീപക്കേട്ടൻ, ദിവ്യയുടെ സഹോദരൻ, ഞങ്ങളുടെ ബന്ധം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവിടെന്താ എല്ലാം ഇങ്ങനെ? അത് ഞാനും ആലോചിക്കാറുണ്ട്. പിന്നെ ഇതൊരു കൂട്ടുകുടുംബമാണ്. കുഞ്ഞിലെ മുതൽ എല്ലാവരും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവരാ. അപ്പോൾ അതുകൊണ്ടുള്ള അടുപ്പവും ഞങ്ങൾ തമ്മിലുണ്ട്. ഞങ്ങൾ 3 പെൺകുട്ടികളല്ലേ ഉള്ളൂ ഈ കുടുംബത്തില്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ 3 ബന്ധം ഈ കുടുംബത്തിലെ പയ്യന്മാരുമായി ഉറപ്പിച്ചു വെച്ചു. അമിതമായ സ്നേഹവും വാത്സല്യം കൊണ്ടാണ് കേട്ടോ നമ്മൾ എന്നും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്ന ആഗ്രഹം. അതിന് ഞാനൊരു തടസ്സമായല്ലേ ദിവ്യേച്ചി? വേദിക ചോദിച്ചു. ഏട്ടത്തി, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ വീട്ടുകാർ പറഞ്ഞു വെച്ചു എന്ന് കരുതി നമുക്ക് ഇഷ്ടമല്ലാത്തവരെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. ഏട്ടത്തി വാ, ഏട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേദിക കല്യാണിയോടൊപ്പം പുറത്തേക്ക് വന്നു. സിദ്ധാർത്ഥ് ആരെയോ കോള് ചെയ്യുകയായിരുന്നു. അവൻ അവളെ കണ്ട് അല്പനേരം ഒന്ന് നോക്കി നിന്ന ശേഷം ഫോൺ ഓഫാക്കി അവരുടെ ഒപ്പം താഴേക്ക് നടന്നു. എല്ലാവരും പ്രാതൽ കഴിക്കാനിരുന്നിരുന്നു. വേദികയെ കണ്ട് അവരുടെ എല്ലാവരുടെയും മുഖം വല്ലാതെയായി. സിദ്ധുവിന്റെ തോള് വരെ മാത്രമേ ഉള്ളൂ അവൾ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയണമെങ്കിൽ അവൾ തല പൊക്കി അവനെ നോക്കണം. പക്ഷെ രണ്ടുപേരും ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു. അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് പരസ്പരം പറയാതെ തന്നെ എല്ലാവരുടെ മനസ്സിലും വന്നു. ആരും തന്നെ അവരോട് ഇരിക്കാൻ പറഞ്ഞില്ല. കല്യാണി വേദികയ്ക്ക് സിദ്ധുവിന്റെ അടുത്ത് തന്നെ കസേര നീക്കിയിട്ട് കൊടുത്തു. അവർ രണ്ടാളും ഇരുന്നു. ലക്ഷ്മിയമ്മ വിളമ്പാൻ നേരം ഹൃദയം നിറഞ്ഞ പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു. ആഹാരം കഴിച്ച് എഴുന്നേൽക്കാൻ നേരം, സിദ്ധു അവിടെ ഇരിക്കും, ഒരു കാര്യം ചോദിക്കട്ടെ? സിദ്ധാർത്ഥിന്റെ അച്ഛൻ രവി പറഞ്ഞു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.